Hey guys, welcome back to Skillway. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ലൈൻ ഫോളോയിങ് റോബോട്ടിനെയാണ് മേക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ വരച്ച വരയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു റോബോട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ലൈൻ ഫോളോയിങ് റോബോട്ട് അല്ല, പക്ഷേ ഇവനെയാണ് നമ്മൾ ഒരു ലൈൻ ഫോളോയിങ് റോബോട്ടാക്കി മാറ്റാൻ പോകുന്നത്. അതായത് ഈ ഒരു റോബോട്ടിലേക്ക് നമ്മൾ കുറച്ച് കമ്പോണൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെ ഒരു ലൈൻ ഫോളോയിങ് റോബോട്ടാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റോബോട്ടിൻ്റെ മേക്കിംഗ് വീഡിയോയും അതുപോലെ തന്നെ അർഡുയിനോ ആയിട്ടുള്ള വയറിങ്ങും മോട്ടോർ ഡ്രൈവർ ആയിട്ടുള്ള വയറിങ്ങും ബേസിക് കോഡിങ്ങും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് 2 വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇവനെ ഒരു ലൈൻ ഫോളോയിങ് റോബോട്ടാക്കി മാറ്റാൻ പോകുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വരച്ചു കൊടുത്ത ലൈൻ എവിടെയാണെന്ന് ഈ ഒരു റോബോട്ടിന് മനസ്സിലാവണം. എന്നാൽ മാത്രമല്ലേ ആ ലൈനിലൂടെ റോബോട്ടിന് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം റോബോട്ടിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡിവൈസ് വേണം. അതാണ് ഈ ഒരു IR സെൻസർ എന്ന് പറയുന്നത്. 2 IR സെൻസറുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാത്ത് നമ്മുടെ റോബോട്ടിന് മനസ്സിലാവുന്നത്. IR സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് റേസിനെ എമിറ്റ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 LED കാണാൻ സാധിക്കും. ഒരു LED ഇൻഫ്രാറെഡ് റേയെ എമിറ്റ് ചെയ്യാനുള്ളതും മറ്റൊരു LED ഇൻഫ്രാറെഡ് റേയെ റിസീവ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നമ്മൾ പവർ ചെയ്യുന്ന ടൈമിൽ ഒരു LED ഇൻഫ്രാറെഡ് റേ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ തൊട്ടപ്പുറത്തിരിക്കുന്ന LEDക്ക് ഇൻഫ്രാറെഡ് റേയെ റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫ്രാറെഡ് റേ എവിടെയെങ്കിലും തട്ടി തിരിച്ചു വന്നാൽ മാത്രമേ ഈ ഒരു LEDക്ക് അതിനെ റിസീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കൈ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു LED IR റേയെ പ്രൊഡ്യൂസ് ചെയ്ത് നേരെ എൻ്റെ കയ്യിലേക്കാണ് വന്നിരിക്കുന്നത്. കയ്യിലേക്ക് ഇടിച്ച ശേഷം തിരിച്ച് നേരെ ഈ അടുത്ത LEDയിലേക്ക് പോകും, അത് റിസീവ് ചെയ്യുകയും ചെയ്യും. പക്ഷേ എൻ്റെ കൈ ഇവിടെ ഇല്ലെങ്കിലോ ഈ ഒരു IR റേ എവിടെയും തട്ടാതെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റേ LEDക്ക് അതിനെ റിസീവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഈ ഒരു IR സെൻസറിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ പ്രോജക്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ റോബോട്ടിൽ നമ്മുടെ റോബോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതേപോലെ IR സെൻസർ നല്ല വൃത്തിയായിട്ട് ഡബിൾ സ്റ്റിക്കിംഗ് ടേപ്പൊക്കെ യൂസ് ചെയ്ത് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഈ ഒരു IR സെൻസർ നമ്മൾ അർഡുയിനോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതേപോലെ ഒരു ഹൈറ്റിൽ വെച്ചേക്കാണ്. ഈ ഒരു ടൈമിൽ ഇൻഫ്രാറെഡ് റേസിനെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിലേ അവിടെ ഇടിച്ച് തിരിച്ചു വരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ IR റേസിനെ തിരിച്ച് റിസീവ് ചെയ്യാൻ പറ്റാത്തൊരു കേസിൽ ഈ ഒരു മൊഡ്യൂള് നമ്മുടെ അർഡുയിനോയ്ക്ക് ഒരു വാല്യൂ പറഞ്ഞു കൊടുക്കും. ആ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. IR റേസിനെ റിസീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ അർഡുയിനോയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന വാല്യൂ 1 ആയിരിക്കും. അതേസമയം ഇപ്പോൾ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അത് എൻ്റെ കൈ ഇതിൻ്റെ നേരെ ഇങ്ങനെ വെച്ചേക്കാണ്, അല്ലെങ്കിൽ ഇത് തറയിൽ വെച്ചേക്കാണ്. തറയിൽ വെച്ചേക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ഒബ്സ്റ്റക്കിൾ വരുമല്ലോ ഇതിൻ്റെ അടിയിലായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇടിച്ചിട്ട് ഈ IR റേസ് തിരിച്ച് ഇതിന് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഈ ഒരു മൊഡ്യൂള് അർഡുയിനോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മറന്നു പോകരുത്. ഈ 1ൻ്റെയും 0യുടെയും കാര്യം മറന്നു പോകരുത്. ഇത് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൈൻ ഫോളോയിങ് റോബോട്ടിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 1 എന്ന് പറയുന്ന വാല്യൂയെ നമ്മൾ അർഡുയിനോയിൽ കോഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ 1 എന്നല്ല നമ്മൾ പറയുന്നത്, നമ്മൾ ഹൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് 1 എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹൈ, 0 എന്ന് പറഞ്ഞാൽ കുറവ് ലോ, ഹൈ ലോ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റോബോട്ടിനെ നമ്മൾ തറയിൽ വെക്കുന്ന സമയത്ത് ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടല്ലോ, തറയിൽ ഇടിച്ചിട്ട് ഇൻഫ്രാറെഡ് റേ ഇതിന് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമ്മൾ ബ്ലാക്ക് ടേപ്പ് ഒട്ടിക്കുന്ന സമയത്ത് ബ്ലാക്ക് ടേപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിന് ഇൻഫ്രാറെഡ് റേസിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തറയിൽ വെച്ചേക്കുന്ന ടൈമിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാല്യൂ 0 ആണ്, ഒബ്സ്റ്റക്കിളിൽ തട്ടി തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ അത് ബ്ലാക്ക് മാർക്കിന് നേരെ വന്നു കഴിഞ്ഞാൽ, ഇൻഫ്രാറെഡ് റേസ് ബ്ലാക്ക് മാർക്കിന് നേരെ വന്നു കഴിഞ്ഞാൽ അത് ഇടിച്ചിട്ട് തിരിച്ച് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ 0 പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരുന്ന മൊഡ്യൂളിൽ പെട്ടെന്നൊരു 1 പ്രൊഡ്യൂസ് ചെയ്യും. ലോ വാല്യൂ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരുന്നിടത്ത് ഒരു ഹൈ വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യും. കാര്യം എന്ന് പറയുന്നത് മൊഡ്യൂളിന് IR റേയെ റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ബ്ലാക്ക് കളർ അബ്സോർബ് ചെയ്തു, അതുകൊണ്ട് തന്നെ അവിടെ 1 പ്രൊഡ്യൂസ് ചെയ്യും. വെറുതെ ടേബിളിൽ ഇടിച്ചിട്ട് തിരിച്ചു വരുവായിരുന്നെങ്കിൽ അതിന് റിസീവ് ചെയ്യാൻ പറ്റിയാണ്, അപ്പോൾ 0 ഡിനോട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ ബ്ലാക്ക് കളറിന് നേരെ വന്നപ്പോഴത്തേക്കും അവിടെ 1 ആണ് ഡിനോട്ട് ചെയ്തത്. കാര്യം എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ആ റേയെ അബ്സോർബ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ
ലൈൻ ഫോളോയിങ് റോബോട്ടിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് പക്കയായിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ലൈൻ ഫോളോയിങ് റോബോട്ട് മേക്ക് ചെയ്ത് സ്വന്തമായിട്ട് കോഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സംഭവം സിമ്പിളാണ്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ കോഡിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ തിരിഞ്ഞ് പോകും. അത് നിങ്ങൾ ഈ വീഡിയോയുടെ പോർഷൻ വീണ്ടും കണ്ടു കഴിയുമ്പോഴത്തേക്കും ക്ലിയർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും ക്ലിയർ ആവുന്നില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, എനിക്ക് ഒക്കുന്ന പോലെ പറഞ്ഞുതരാം. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു വയറിംഗ് സെക്ഷൻ. നമ്മുടെ ഈ ഒരു IR മൊഡ്യൂളിൽ 3 പിന്നുകളാണ് വരുന്നത്. VCC, ഗ്രൗണ്ട്, ഔട്ട്പുട്ട്. VCC എന്ന് പറയുന്നത് മൊഡ്യൂളിന് സപ്ലൈ കൊടുക്കാനുള്ള പിന്നാണ്. ജനറലി 5 വോൾട്ട് ആണ് നമ്മൾ സപ്ലൈക്കായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് പിൻ നെഗറ്റീവ് കണക്ട് ചെയ്യാനും പിന്നെ നമ്മുടെ ഔട്ട്പുട്ട് പിൻ Arduino ആയിട്ട് കണക്ട് ചെയ്ത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഈ കാണുന്നത് ഒരു പൊട്ടൻഷ്യോമീറ്റർ ആണ്. നമ്മുടെ IR സെൻസറിന്റെ റേഞ്ച് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ VCC പിന്നാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇരിക്കുന്ന പിന്നാണ് VCC പിൻ എന്ന് പറയുന്നത്. അപ്പോൾ Arduinoയിൽ നിന്ന് ഒരു 5 വോൾട്ട് എടുത്താണ് നമ്മൾ സപ്ലൈ കൊടുക്കാൻ പോകുന്നത് VCC പിന്നിലേക്ക്. അപ്പോൾ ഇതേപോലെ ഒരു വയർ യൂസ് ചെയ്തിട്ട് നമുക്ക് 2 സെൻസറിൻ്റെ VCC പിന്നിലേക്കും കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണ് 5 വോൾട്ട് എടുക്കുന്നത് ആ പിന്നിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പിന്ന് നമ്മൾ Arduinoയുടെ 5 വോൾട്ട് പിന്നിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു വയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഗ്രൗണ്ട് പിന്ന് കൂടി കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൊഡ്യൂളിൻ്റെ 2 ഗ്രൗണ്ട് പിന്നിലേക്ക് നമ്മൾ വയർ കണക്ട് ചെയ്തിട്ട് Arduinoയുടെ ഗ്രൗണ്ടിലേക്ക് ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് റൈറ്റിൽ വരുന്ന സെൻസറിൻ്റെ ഔട്ട്പുട്ട് പിന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് പിന്ന് നമ്മൾ Arduinoയുടെ ഡിജിറ്റൽ പിന്നായ D11ലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ലെഫ്റ്റിലിരിക്കുന്ന സെൻസറിൻ്റെ ഔട്ട്പുട്ട് പിന്നിനെ നമ്മൾ Arduinoയുടെ D12 എന്ന ഡിജിറ്റൽ പിന്നിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതുകൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ വയറിംഗ് ഒക്കെ കംപ്ലീറ്റ് ആവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ IR സെൻസറിൻ്റെ വയറിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മോട്ടോർ ഡ്രൈവറും Arduino ആയിട്ടുള്ള വയറിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ കംപ്ലീറ്റ് വയറിംഗ് ചെയ്ത ഡയഗ്രാം നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ കോഡിംഗ് സെക്ഷനിലേക്കാണ്. കോഡിംഗ് സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ റോബോട്ട് തറയിൽ വെച്ചേക്കുന്ന ടൈമിൽ ഒബ്സ്റ്റക്കിൾ ഡിറ്റക്ട് ചെയ്തിട്ട് IR റേസ് തിരിച്ച് റിസീവറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനെ നമ്മൾ ലോ ആയിട്ടാണ് Arduino കോഡിങ്ങിൽ കണക്കാക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എപ്പോഴും ലോ ആയിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത് തറയിലിരിക്കുന്ന സമയത്ത്. എപ്പോഴെങ്കിലും ബ്ലാക്ക് കളറിന് നേരെ വരുമ്പോഴായിരിക്കും 1 ഡിറ്റക്ട് ചെയ്യുന്നത്, അതായത് ഹൈ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന മോട്ടർ ഇന്ന സൈഡിലേക്ക് കറങ്ങണം, ഹൈ ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ ഇന്ന മോട്ടർ ഇന്ന സൈഡിലേക്ക് കറങ്ങണം. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റോബോട്ടിൻ്റെ റൈറ്റ് സൈഡിലെ സെൻസറാണ് ബ്ലാക്കിന് നേരെ വരുന്നതെങ്കിൽ, ഹൈ ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ 1 ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ റോബോട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിയണം, അതായത് ബ്ലാക്കിൽ നിന്ന് അകന്നു പോകണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ സെൻസറാണ് 1 ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഹൈ ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ നേരെ വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ റോബോട്ട് തിരിയണം, അതായത് ആ ബ്ലാക്ക് ലൈനിൽ നിന്നും ഇപ്പുറത്തേക്ക് മാറിപ്പോകണം. ഇനി 2 സെൻസറും ബ്ലാക്കിനെ ഡിറ്റക്ട് ചെയ്തില്ല, 2 സെൻസറും ലോ ആണ് വന്നതെങ്കിൽ നമ്മുടെ റോബോട്ട് ഫോർവേഡ് മോഷനിൽ പോകണം. ഇനി അതല്ല, 2 സെൻസറും ഹൈ ആണ് വന്നത്, അതായത് ബ്ലാക്കിനെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോബോട്ട് സ്റ്റോപ്പ് ആവണം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലൈൻ ഫോളോയിങ് റോബോട്ടിൻ്റെ കോഡിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോഡിങ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്ത കോഡിങ് ഓരോ സെക്ഷനും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള കോഡിംഗ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഡിംഗ് കൂടി ചെയ്ത ശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് ഇവൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ കോഡിങ്ങിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെ പിന്നിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന് Arduinoയ്ക്ക് പറഞ്ഞു കൊടുക്കണം ആദ്യം തന്നെ. അപ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ ഉപയോഗിച്ച് ഞാനിവിടെ മോട്ടോർ ഡ്രൈവറിൻ്റെ പിന്നുകളും അതുപോലെ മോട്ടോർ ഡ്രൈവറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന പിന്നുകളും Arduinoയുടെ ഏതൊക്കെ പിന്നിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മുടെ സെൻസറിൻ്റെ പിന്നുകൾ ഏതൊക്കെ പിന്നിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം വോയിഡ് സെറ്റപ്പിലേക്ക് വന്നിട്ട് പിൻ മോഡ് നമ്മൾ സെറ്റ് ചെയ്തു. ഏതൊക്കെ പിന്നുകളാണ് ഔട്ട്പുട്ട് പിന്നാണോ ഇൻപുട്ട് പിന്നാണോ എന്ന് നമ്മൾ സെറ്റ് ചെയ്തു. നമ്മുടെ സെൻസറിൻ്റെ പിന്നുകൾ ഇൻപുട്ട് പിന്നുകളാണ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ സീരിയൽ ബിഗിൻ ഫംഗ്ഷൻ കൊടുത്തു, അതായത് നമ്മൾ സീരിയൽ മോണിറ്ററിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സീരിയൽ ബിഗിൻ ഫംഗ്ഷൻ നമ്മൾ കൊടുത്ത ശേഷം വോയിഡ് ലൂപ്പിൽ വന്നിട്ട് നമ്മൾ ഓരോ ഫംഗ്ഷനും ഡിഫൈൻ ചെയ്തു. അതായത് ഇഫ് ഡിജിറ്റൽ റീഡ് ലെഫ്റ്റ് സെൻസറിൻ്റെ വാല്യൂ ലോ ആവുകയും അതുപോലെ തന്നെ റൈറ്റ് സെൻസറിൻ്റെ വാല്യൂ ലോ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കണം. അതായത് ഡിജിറ്റൽ റൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മോട്ടർ മുമ്പിലേക്ക് പോകാനുള്ള ഫംഗ്ഷൻ, ഫോർവേഡ് പോകാനുള്ള കോഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർവേഡ് എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് പോകുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ രീതിയിൽ
എൽസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ റീഡ് ലെഫ്റ്റ് സെൻസർ ഹൈ ആവുകയും റൈറ്റ് സെൻസർ ലോ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് തിരിയാൻ വേണ്ടിയുള്ള കോഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഡിജിറ്റൽ റൈറ്റിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതേ രീതിയിൽ എൽസ് ഫംഗ്ഷനും ഡിജിറ്റൽ റീഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ലെഫ്റ്റ് സെൻസർ ലോ ആവുകയും റൈറ്റ് സെൻസർ ഹൈ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തിരിയണം. ഇനി രണ്ട് സെൻസറിൻ്റെ വാല്യൂ ഹൈ ആയി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വന്നിട്ട് നമ്മൾ സീരിയൽ പ്രിൻറ്റ് LN കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സീരിയൽ മോണിറ്ററിൽ വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡിലേയും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കോഡാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി പോയേക്കുന്നതേ ഉള്ളൂ. ഇത് നമുക്കിനി അപ്ലോഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലൈൻ ഫോളോയിങ് റോബോട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് നോക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സെൻസർ ഓക്കെ കണ്ടീഷനിലാണോ ഇരിക്കുന്നത് നമുക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്പീഡിൻ്റെ പിൻ ഊരിയിട്ട ശേഷം നമ്മുടെ റോബോട്ട് ഓൺ ആക്കി നോക്കാം. ഓക്കെ, ടേബിളിന് മേളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് സെൻസറും ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ സെൻസറിൽ 2 LED കത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേസമയം ബ്ലാക്കിന് നേരെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു LED മാത്രമേ കത്തത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ രണ്ട് സെൻസറും വർക്കിംഗ് ആണോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇതല്ലാതെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പൊട്ടൻഷ്യോമീറ്റർ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ നമ്മുടെ റോബോട്ടിനെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവൻ്റെ വർക്കിംഗ് നമ്മൾ നോക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി വലിയൊരു ട്രാക്കൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി 2-3 വളവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രാക്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് ഈ ബ്ലാക്ക് മാർക്കിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആ വളവൊക്കെ അടിപൊളി വളവൊക്കെ വളഞ്ഞ് കൃത്യമായിട്ട് വേറെ എങ്ങോട്ടും പോവാതെ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ റോബോട്ടിൻ്റെ വർക്കിംഗ് നിങ്ങൾ കണ്ട് നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലൈനൊക്കെ കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്ത് ആ വളവൊക്കെ നല്ല സൂപ്പറായിട്ട് തിരിഞ്ഞ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റോബോട്ടിൻ്റെ സ്പീഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സ്പീഡ് കൂട്ടി നിങ്ങൾക്ക് വെക്കാം, അല്ലെങ്കിൽ സ്പീഡ് ടേൺ ചെയ്യുന്ന സമയത്ത് സ്പീഡ് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ ഇഷ്ടം പോലെ വെക്കാം. പക്ഷേ സ്പീഡ് കുറച്ച് വെക്കുകയാണെങ്കിൽ കറക്റ്റ് ലൈൻ ഡിറ്റക്ട് ചെയ്തത് പോകും. സ്പീഡ് കൂടുതലാണെങ്കിൽ ചില സമയത്ത് അതിന് ലൈൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ സ്കിൽവേ എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.